ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചക്കക്കുരു കൊണ്ട് ഒരു സൂപ്പർ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നല്ല നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായി തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയ നേന്ത്രപ്പഴമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നന്നായി പാകം വന്ന പഴമാണെങ്കിൽ വലിയ പഴമായിരുന്നു. അപ്പോൾ ഒരു പഴവും പിന്നെ 10 ചക്കക്കുരുവാണ് കേട്ടോ ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കണത്. അപ്പോൾ ചക്കക്കുരു ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നന്നായി വേവിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ നേരം കിടന്ന് വേവണം. ഇവിടെ അതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഈ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ പലതും ഉണ്ടാക്കും. ചക്കക്കുരു ഷെയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതാ പഴം ചെറുതാക്കി അരിഞ്ഞു കൊണ്ടുവന്നിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തേക്കണതാണ് കേട്ടോ. പിന്നെ 2 ഗ്ലാസ് പാല്, ഇത് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ 2 ഗ്ലാസ്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഒരു വലിയ ടീസ്പൂൺ ബൂസ്റ്റാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. ചക്കക്കുരും പഴമൊന്നും മുഴുവനായിട്ട് അങ്ങോട്ട് അരയ്ക്കണ്ട കേട്ടോ. കുറേശ്ശെ ഒന്ന് കടിക്കണതൊക്കെ നല്ലതാണ്. പിന്നെ വോൾട്ടേജ് ഇത്തിരി കുറവുണ്ടായിരുന്നു, അത് കാരണം ഇത്തിരി അരവ് കുറവായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏലക്കായ പൊടിച്ചത് ഇടുന്നുണ്ട് കേട്ടോ. ഏലക്കായ മുമ്പേ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 2 ടീസ്പൂണ് അല്ല, ഒരു 2 നുള്ളി ഇട്ട് കൊടുത്താൽ മതി. 2 ഏലക്കായ പൊടിച്ച് വെച്ചേർന്നതാണ്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഇതുപോലെ ചക്കക്കുരു കൊണ്ട് പലതും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ലതാണ്. ചക്കക്കുരു ലഡു ഉണ്ടാക്കാം, ഷെയ്ക്ക് ഉണ്ടാക്കാം, ചക്കക്കുരു പൊടിച്ച് അരച്ച് അടയുണ്ടാക്കാം, ഒക്കെ നല്ലതാണ്. ഇവിടെ പലതും ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നല്ല കട്ടിയുണ്ട് കേട്ടോ. ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാനൊക്കെ നല്ലതാണ്, നന്നായി പറ്റും. ഞാൻ അതിന് മുകളിൽ കുറച്ച് ടേസ്റ്റിനും കുറച്ച് ഭംഗിക്കും വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഷെയ്ക്ക് റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ എഴുതണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.